ഞങ്ങൾക്ക് ആനുവൽ ഡേയുടെ റിഹേഴ്സലാട്ടോ. അപ്പോൾ ഈവനിങ്ങിൽ ലൈറ്റും സൗണ്ടൊക്കെ വെച്ചിട്ടുള്ള റിഹേഴ്സലാണ്. അപ്പോൾ അഞ്ചുണ്ട് ഡാൻസിന്, വെൽക്കം ഡാൻസിൽ. അപ്പോൾ അത് അഞ്ചുന് വീട്ടിൽ നിന്ന് ഇത്തിരി പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പൊന്നും ഇന്ന് വേണ്ട, കാരണം ഇന്ന് ജസ്റ്റ് റിഹേഴ്സലിന് പോകണതാണ്. അപ്പോൾ മുടി ഒന്ന് കെട്ടി കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ മുടി കെട്ടി കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഗജറ വെച്ച് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ബാക്കി ചെറിയ സിമ്പിളായിട്ടുള്ള മേക്കപ്പൊക്കെ അവർ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ ടീച്ചേഴ്സ് ചെയ്തു കൊടുക്കും. ഇന്നലെ ഒന്ന് ചെയ്തു. പിന്നെ ഇന്നതാ അവർ ഒന്നും കൂടെ ലൈറ്റും സൗണ്ടൊക്കെ വെച്ച് രാത്രിയിലാണ് അവർക്ക് ആനുവൽ ഡേ ഫംഗ്ഷൻ. അപ്പൊ ഒരു മാസം റിഹേഴ്സൽ തന്നെയായിരുന്നു, സ്കൂൾ പ്രാക്ടീസും. ഇന്ന് ലൈറ്റും സൗണ്ട് വെച്ചിട്ട് ഇന്ന് ലാസ്റ്റ് റിഹേഴ്സലാ. ഇന്ന് ലാസ്റ്റ് റിഹേഴ്സൽ. നാളെ തൊട്ട് ഇനി നാളെ 2 ദിവസം 5th-ഉം 6th-നും പ്രോഗ്രാം. 2 ദിവസം ഇനി പ്രോഗ്രാം. ഇന്ന് ഫൈനൽ റിഹേഴ്സലാണ് ലൈറ്റും സൗണ്ടൊക്കെ വെച്ച്. അപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് ആണ് അഞ്ജുവിൻ്റെ വെൽക്കം ഡാൻസ് എന്ന് പറയുമ്പോൾ. ചെറിയൊരു ക്ലാസിക്കൽ ഡാൻസും ഉണ്ട്, പിന്നെ ഇങ്ങനെ വെസ്റ്റേൺ ടൈപ്പ് ആയിട്ടുള്ളതുണ്ട്. മിക്സ് ആയിട്ടുള്ള ഒരു ഡാൻസാണ്. അപ്പം അഞ്ചു ഇങ്ങനെ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. തണുപ്പുണ്ട് ഞങ്ങൾക്കൂടെ. അപ്പോൾ അതുകൊണ്ട് ആ ജാക്കറ്റൊക്കെ എടുത്തിട്ടേക്കുന്നത്, സ്വെറ്റർ ഒക്കെ എടുത്തിട്ടേക്കുന്നതാണ്. ഇനി ഡാൻസിൻ്റെ ഡ്രസ്സൊക്കെ അവർ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അത് ടീച്ചേഴ്സ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ചോളും. അപ്പോൾ അങ്ങനെ അഞ്ചു ഇറങ്ങാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് ആനുവൽ ഡേ ആട്ടോ. അപ്പോൾ ആനുവൽ ഡേക്കായിട്ട് റെഡി ആയിട്ട് പോകുന്നതാണ്. 2 ദിവസമായിട്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ പ്രോഗ്രാം. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നാണ് ഫൈനൽ ഡേ. അപ്പോൾ ഇന്ന് 4th ക്ലാസ് തൊട്ട് 12th ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പാരൻസിനുള്ള പ്രോഗ്രാമൊക്കെയാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതാ റെഡി ആയിട്ട് ഇറങ്ങണം. അഞ്ജുക്ക് ഓൾറെഡി പോയി കഴിഞ്ഞു. അഞ്ജു വെൽക്കം ഡാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അഞ്ജു നേരത്തെ പോയി. അഞ്ജുവിനോട് ചെന്നിട്ട് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ അവിടെ വരുന്ന സ്കൂളിൽ. അപ്പോൾ ആൾ നേരത്തെ പോയി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളെന്താ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകണം. ചേട്ടനും റെഡിയായി, ഞാനും റെഡിയായി ഇറങ്ങാണ് കേട്ടോ. പിന്നെ നമുക്ക് പ്രോഗ്രാമിൻ്റെ വീഡിയോ ഒന്നും ഞങ്ങൾക്ക് അലൗഡ് അല്ല എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആനുവൽ ഡേയുടെ യാതൊരു പരിപാടി ഞാൻ ഒന്നും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. ഞങ്ങൾക്ക് സ്കൂളിൻ്റെ ആയതുകൊണ്ട് തന്നെ അത് അലൗഡ് അല്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ക്ഷമിക്കുക. അങ്ങനെ ഞാനും ചേട്ടനും ഇതാ സ്കൂളിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാരൻസിന് ഇരിക്കാനുള്ള ടെൻറ്റ് ഇതവിടെ റെഡി ആക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഫ്രണ്ട് സൈഡിലായിട്ട് ചീഫ് ഗസ്റ്റിനും അതുപോലെ VIP-സിനും ഒക്കെ ഇരിക്കാനുള്ള ചെയർസും, അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് പാരൻസിനുള്ള ചെയർസൊക്കെ അത് അവിടെ റെഡിയാണ്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി ഡെക്കറേഷനൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ ചേട്ടനും കൂടെ നിന്ന് ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് കേട്ടോ. ഞങ്ങളവിടെ എത്തിയ സമയത്ത് വേറെയും 2-3 സാറുമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കൂടെ നിന്ന് ചേട്ടൻ ഫോട്ടോ എടുക്കുന്ന കേട്ടോ. ഇപ്പോഴും സ്റ്റേജിന്മേയൊക്കെ മൈക്കിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ കർട്ടൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഡ്യൂട്ടിയൊക്കെ ഉള്ളവർ അങ്ങനത്തെ ജോലികളൊക്കെ പുറകിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ബാക്കി ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചേട്ടൻ എന്താ ആദ്യം തന്നെ സോഫയിലേക്ക് ഒന്ന് വന്ന് ഇരുന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന കേട്ടോ. ഞങ്ങളുടെ ആനുവൽ ഡേ പ്രോഗ്രാമിനായിട്ട് പന്തലൊക്കെ ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാട്ടോ, നല്ല സൂപ്പറായിട്ടാണ് പന്തലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് പാരൻസിന് ഇരിക്കാവുന്ന രീതിയിൽ നല്ല വലിയ പന്തലാട്ടോ. ടോട്ടൽ 4500 സീറ്റ് ഉണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി പന്തലാണ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും എത്തി വരുന്നതേ ഉള്ളൂ. ഞങ്ങളിന്ന് ഇത്തിരി നേരത്തെ പോന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് എടുക്കാം. പ്രോഗ്രാമിൻ്റെ ലൈവ് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഗ്രാം ഒന്നും എടുക്കാൻ പെർമിഷൻ ഇല്ല. ഞങ്ങളുടെ സ്കൂള് ഞാനിപ്പോൾ റോട്ടിൽ വന്നിന്ന് ഔട്ട് സൈഡിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എൻട്രൻസ്, സ്കൂളിലേക്ക് കടക്കാനുള്ള എൻട്രൻസ്. ടീച്ചേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. മെയിൻ ഗേറ്റ് തുറന്നിട്ടില്ല. ഞാനിപ്പോൾ ചെറിയൊരു ഗേറ്റ് ഉണ്ട്, അതിൽ കൂടെ ഉള്ളിലേക്ക് കിടക്കാണ്. ഇത് കണ്ടോ, ഈ രീതിയിലാണ് നമ്മൾ പന്തലിലേക്ക് എത്തുന്നത്. ഇപ്പോൾ 2 സൈഡിലും ഫ്ലവേഴ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഓൾറെഡി പ്രൈമറി സ്റ്റുഡൻസിനുള്ള ആനുവൽ ഡേ കഴിഞ്ഞു. ഇന്ന് സീനിയേഴ്സിനുള്ളതാണ്. അപ്പോൾ
അപ്പോൾ അങ്ങനെ ഞാൻ എന്താ വീണ്ടും സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ആനുവൽ ഡേ 6-നാട്ടോ കഴിഞ്ഞത്. പക്ഷേ നമ്മുടെ വീഡിയോ വരുന്നത് കുറച്ച് വൈകിയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ക്ഷമിക്കുക, കാരണം ഞാൻ നല്ല ബിസി ആയിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ക്ഷീണവും വയ്യായൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സ്കൂൾ ഡേയ്സിലൊക്കെ നല്ല ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ വൈകി പോയത്. നല്ല രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിലാണ് ഇന്നലെ ചീഫ് ഗസ്റ്റൊക്കെ വന്ന് ദിയ കത്തിച്ചതൊക്കെ ഇവിടെ, ലൈറ്റിംഗ് ലാമ്പ് ഇവിടെയായിട്ട് ചെയ്തത്. ഇതിനകത്ത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇന്നിപ്പോൾ ഇല്ല, ഇന്നിപ്പോൾ വീണ്ടും അടുത്ത ചീഫ് ഗസ്റ്റുകൾ വരും. അപ്പോൾ അവർ വരുമ്പോൾ ഇതിനകത്ത് ദിയ കത്തിച്ച് വയ്ക്കും. ഇത് ഞാൻ സ്റ്റേജിൽ നിന്ന് കയറി നോക്കട്ടെ, എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കട്ടെ, മുകളിൽ നിന്നിട്ട് ആ സീനറിയൊക്കെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ കയറിയത് കേട്ടോ ഞാൻ മുകളിലേക്ക്. അവിടെ ലൈറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എല്ലാം അവിടെ സെറ്റാക്കി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടില്ല കേട്ടോ, ഇപ്പോൾ ഒന്നും ഓണല്ല, അല്ല ടൈം ആയിട്ടില്ല. ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് നേരത്തെ വരണമായിരുന്നു, അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരത്തെ എത്തിയതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റേജിലൊക്കെ ഇപ്പോൾ നമുക്കൊന്നും വീഡിയോ ഒന്നും എടുത്താൽ പോലും ഒന്നും ക്ലിയർ ആയിരിക്കില്ല. ഇതൊക്കെ പ്രോഗ്രാമിനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോരോ ഐറ്റംസുകൾ കേട്ടോ. ഡാൻസിനും ഓരോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഓരോ പ്രോപ്സ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഓരോ പ്രോഗ്രാമിൻ്റെ നേരത്ത് ഇതെല്ലാം സ്റ്റേജിലേക്ക് പോകും. ഇവിടെ പ്രോഗ്രാം കുട്ടികൾക്ക് ഇരുന്ന് കാണാനായിട്ട് പ്രോഗ്രാമിലുള്ള കുട്ടികൾ അവരവരുടെ പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ വന്നിരുന്ന് അവിടെ പ്രൊജക്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇവിടെ അവർക്ക് പ്രോഗ്രാം കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇരുന്ന് അവരിങ്ങനെ പ്രോഗ്രാം കാണും. ഞങ്ങളുടെ പ്രോഗ്രാം തുടങ്ങുന്നത് 4:30-ക്കാണ്. ഇപ്പോൾ സമയം 1 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് 1 മണിക്ക് ഇവിടെ എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ നേരത്തെ എത്തി. സ്റ്റുഡൻസൊക്കെ വരുന്നതേ ഉള്ളൂ. പിന്നെ പ്രോഗ്രാമിലുള്ള സ്റ്റുഡൻസിനെ വരുന്നുണ്ട്. മറ്റുള്ള കുട്ടികളെയൊക്കെ ഓൾറെഡി കാണിച്ചേക്കുന്നതാണ് പ്രോഗ്രാം. അപ്പോൾ ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെയൊക്കെ പാരൻസിന് മാത്രം വെച്ചിരിക്കുന്നതാണ്. കുട്ടികളൊക്കെ ഓൾറെഡി കണ്ടു കഴിയുന്ന പ്രോഗ്രാം. അങ്ങനെ ഒരുവിധം തിക്കും തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികളെ മേക്കപ്പ് കാര്യങ്ങളിലൊക്കെ ടീച്ചേഴ്സൊക്കെ ബിസി ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ, പിന്നെ അച്ഛൻ്റെ കൂടെ, പിന്നെ ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പളായിട്ടോ സിസ്റ്റർ, അപ്പോൾ സിസ്റ്ററിൻ്റെ കൂടെയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. എല്ലാവരും മാറിയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പ്രോഗ്രാമിന് മുമ്പായിട്ട് എല്ലാവർക്കും ആ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഒന്ന് ഇത്തിരി നേരം എടുത്തത് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പുതിയ യൂണിഫോം സാരി. അപ്പോൾ ഇത് ഞാൻ മുൻപും കാണിച്ചായിരുന്നു വീഡിയോയിൽ. അപ്പോൾ ഈ സാരി ഞങ്ങൾക്ക് ഇന്ന് കൊടുക്കണമായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം എന്താ ബ്ലാക്ക് കളറിലുള്ള കോട്ട്. അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ വിൻ്റർ സീസൺ ആണല്ലോ, അപ്പോൾ നമുക്ക് സ്വെറ്ററോ കോട്ടൊന്നും ഇല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കോട്ടായിരുന്നു അന്ന് ഞങ്ങളുടെ യൂണിഫോം ആയിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ടീച്ചേഴ്സും, സാറുമാരായാലും ലേഡി ടീച്ചേഴ്സായാലും എല്ലാവർക്കും ഈ കോട്ട് ഇടണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ കോട്ടൊക്കെ തയ്പ്പിച്ച് കോട്ടിട്ടുണ്ട് കേട്ടോ. അഞ്ജുവിൻ്റെ മേക്കപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അഞ്ജു റെഡിയായി നിൽക്കുന്നുണ്ട്. നമുക്ക് കാണാൻ പോകാം. അഞ്ജു ഡാൻസിന് പോകാൻ റെഡി. ഞാനിന്ന് ഫ്രീ ടൈം കിട്ടിയപ്പോൾ അഞ്ജുവിനെ നോക്കാൻ വേണ്ടി പോയതാ കേട്ടോ. അഞ്ജുവിൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ അങ്ങനെ അഞ്ജുവിനെ കണ്ട് വീണ്ടും തിരിച്ചു വന്ന് പിന്നെയും നോക്കുമ്പോൾ പിന്നെയും ഫോട്ടോ സെഷനൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും നിന്നതാ. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ പിന്നെ എടുത്തു കേട്ടോ. ഇത് ഞങ്ങളുടെ സ്റ്റാഫ് ആയിട്ട് എടുത്ത ഒരു ഫോട്ടോ ആണ്. മൊത്തം സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് അച്ഛൻ്റെ കൂടെ നിന്നിട്ടെടുത്ത ഒരു ഫോട്ടോ ആണ് കേട്ടത്. അപ്പോഴേക്കും നമ്മുടെ പ്രോഗ്രാം തുടങ്ങേണ്ട സമയമായി. അപ്പോൾ ഇനി പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് കാണിക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. സൂപ്പർ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കാണിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രം. അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിയുമ്പോൾ അച്ഛൻ ഞങ്ങളെല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല പീസ്ഫുൾ ആയിരുന്നു. എല്ലാവരും നല്ല പീസ് ഓഫ് മൈൻഡോടുകൂടി പിന്നെയും ഒരുപാട് ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഞങ്ങളിതാ പ്രിൻസിപ്പാൾ അച്ഛൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സിസ്റ്റേഴ്സിനെയൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും ടീച്ചേഴ്സും സാറുമാരൊക്കെ ആയിട്ട് ഒരുമിച്ച് നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു കേട്ടോ. ഞങ്ങൾക്ക് 2 ദിവസം ആനുവൽ ഡേക്ക് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ സ്കൂളിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇന്നും അതെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇതാ വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം.
ബൈ ബൈ.